രാമനവമി ദിനത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമായ പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. രാമേശ്വരം താമ്പരം പുതിയ ട്രെയിൻ സർവീസും ഫ്ളാഗ് ഓഫ് ചെയ്തു. 3 ദിവസത്തെ ശ്രീലങ്കൻ സന്ദർശനത്തിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ചയാണ് തമിഴ്നാട്ടിലെ രാമേശ്വരത്തെത്തിയത്. രാമേശ്വരത്തെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്ന അതിമനോഹരവും അത്യാധുനികവുമായ പുതിയ പാമ്പൻ പാലത്തിന് 2.08 കിലോമീറ്റർ നീളമുണ്ട്. 550 കോടിയിലധികം നിക്ഷേപമുള്ള ഈ പാലത്തിന് 99 സ്പാനുകളും 72.5 മീറ്റർ വെർട്ടിക്കൽ ലിഫ്റ്റ് സ്പാനും ഉൾപ്പെടുന്നു. ഈ ലിഫ്റ്റ് 17 മീറ്റർ വരെ ഉയരും. ഇത് വലിയ കപ്പലുകൾക്ക് കടന്നുപോകാൻ അനുവദിക്കുകയും സുഗമമായ ട്രെയിൻ ഗതാഗതം സാധ്യമാക്കുകയും ചെയ്യുന്നു. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബലപ്പെടുത്തൽ, ഉയർന്ന നിലവാരമുള്ള സംരക്ഷണ പെയിന്റ്, പൂർണ്ണമായും വെൽഡിംഗ് ചെയ്ത സന്ധികൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച കൂടുതൽ ഈട് നിൽക്കുന്ന ഈ പാലത്തിന് കുറഞ്ഞ അറ്റകുറ്റപ്പണികൾ മാത്രമേ ആവശ്യമുള്ളൂ. ഇരട്ട റെയിൽ ട്രാക്കുകൾ ഉൾക്കൊള്ളാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇത് ഭാവിയിലെ ആവശ്യങ്ങൾ കൈകാര്യം ചെയ്യാനും സജ്ജമാണ്. കഠിനമായ സമുദ്ര പരിതസ്ഥിതിയിൽ അതിന്റെ പ്രതിരോധശേഷി ഉറപ്പാക്കുന്ന വിധത്തിലാണ് നിർമ്മാണം. 1914 ബ്രിട്ടീഷ് എഞ്ചിനീയർമാരാണ് യഥാർത്ഥ പാമ്പൻ പാലം നിർമ്മിച്ചത്. ഷെർസർ റോളിംഗ് ലിഫ്റ്റ് സ്പാനോടുകൂടിയ ഈ കാൻഡിലിവർ ഘടന രാമേശ്വരം ദ്വീപിനെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിച്ചു. ഒരു നൂറ്റാണ്ടിലേറെയായി തീർത്ഥാടകർക്കും വിനോദസഞ്ചാരികൾക്കും വ്യാപാരത്തിനും ഇത് ഒരു സുപ്രധാന കണ്ണിയായി പ്രവർത്തിച്ചു വരികയാണ്. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.